ഒറ്റയ്ക്ക് പോവാ വയ്യ. ഓക്കെ, അപ്പം സോറി, നമ്മള് ഓട്ടുവയാണോ ഒട്ടാവയാണോ വെച്ചാ എന്ത് വേണമെങ്കിലും പറയുന്ന ആ സ്ഥലത്തേക്ക് കോരിച്ചൊരിഞ്ഞ മഴയിൽ നമ്മൾ പോവുകയാണ്. അപ്പം എങ്ങനെയാകുന്ന ഒരു പിടുത്തമില്ല. എന്തായാലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? ആ മഴയത്തൊക്കെ പുറത്ത് പോയി നോക്കാം. മഞ്ഞത്തൊക്കെ നമ്മൾ പുറത്ത് പോകുന്നതല്ലേ അല്ലേ? എന്നാ പോയി നോക്കാം. നമ്മുടെ ഫുഡെല്ലാം പാക്ക് ചെയ്തിട്ടാ പോകുന്നത്. മഴയത്തുള്ള ഒരു ട്രിപ്പ്. പക്ഷെ നമ്മൾ എവിടെയാ പോകുന്നത്? എന്തിനായിരുന്നു നമ്മൾ പോകുന്നേ? അല്ല, ടെന്റ് സ്റ്റേ. ഇവിടെ ഒത്തിരി ടെന്റുകൾ കാണാം. പല വിലയുടെ ഉണ്ട്, പല സൈസിൻ്റെ ആണ്, പല ഇത് കണ്ടോ. ഓപ്പൺ ആയിട്ടുള്ള ടെന്റ് ഉണ്ട്, ഇതുണ്ടോ, ഇത് ഓപ്പൺ ആണ്. ഇതുണ്ട്, ഇത് കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ടെന്റാണ്. അങ്ങനെ പല 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 ഇതാണ്. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. എന്നെ കാണിക്കും. പല പല ടെന്റുകളാണ് കണ്ടോ, വലിയ ടെന്റുകളുണ്ട്. പിന്നെ പ്രൈസ് റേഞ്ച് പല പല രീതിയിലാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതിനകത്താണെങ്കിൽ ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടെന്റ്. അങ്ങനെ പല 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 മോഡൽസുകളുണ്ട്, പല വിലയുടെ. അപ്പോൾ ഞങ്ങൾ 2 പേര്, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ 2 പേർക്ക് വേണ്ടിയുള്ളത് 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2 പേർക്ക് വേണ്ടിയുള്ള ഇതാണ്. ഇത് കുഴപ്പമില്ല, 2 പേർക്ക് വേണ്ടിയുള്ള. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഹാറ്റ് പീസ് ഓഫ് കാനഡ. അപ്പം ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് പറയും ഒട്ടവയ്ക്ക് പോവാണ്. അപ്പം ഒട്ടവയ്ക്ക് പോകുന്ന കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ ക്യാമ്പിങ്ങും പരിപാടിയൊക്കെയാണ്. ബാർബിക്യൂ ചിക്കനൊക്കെ ഉണ്ടാക്കാനാണ് പ്ലാൻ. അവിടെ ചെന്നിട്ട് അറിയാം. പുറത്ത് ഭയങ്കര മഴയാണ്, ഫുള്ള് മഴയാണ്. മാള് നാണം കൊണ്ടിരിക്കുകയാണ്. മാളിലൊന്നും പറയാൻ മേല. അതുകൊണ്ട് നമ്മുടെ 2 ഫ്രണ്ട്സും ഉണ്ട്, അവരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളിങ്ങനെ വെളിയിൽ ബാക്ക് സീറ്റിൽ ഇങ്ങനെ വൈബൊക്കെ അടിച്ചിരിക്കുകയാണ്. ഫുള്ള് മഴ. അപ്പം നമ്മളിനി പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ. ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ടേ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരുന്നു ശനിയാഴ്ച മഴയാണെന്നുള്ളത്. എന്നാലും വരുന്നത് വെച്ച് കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, ഒട്ടാവയിലെത്തിയിട്ട് ഞങ്ങൾ വാൾമാർട്ടിൽ പോയിട്ട് ഒരു കുട വാങ്ങിച്ചു. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോയോ. ഒട്ടവയിലെത്തി ഇവിടെ ഭയങ്കര മഴ. കുട മേടിക്കാൻ വേണ്ടി കയറി. കുട നിവർത്തി കാണിക്കാം. നമ്മുടെ ട്രിപ്പ് മഴ വന്ന് കുളമായി. എന്നാലും നമ്മളത് പിടിച്ചു നിൽക്കും ഈ കുടയിൽ. ഇപ്പൊ കുടയൊക്കെ മേടിച്ചല്ലേ? എന്തൊരു കഷ്ടമാന്ന് ഓർത്തോണം. രാവിലെ തുടങ്ങിയ മഴയാ. ഒരു കളർഫുൾ കുട വാങ്ങിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് സ്ഥലം കാണാൻ പോവാണ്. ലഞ്ചൊക്കെ കഴിക്കണം. ലഞ്ചൊക്കെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടാണ് വന്നത്. അപ്പൊ ലഞ്ചൊക്കെ കഴിക്കണം, കാണാൻ പോകണം. ഓക്കെ. അപ്പം അവിടെ വെച്ച് കാണാം. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഓട്ടോവയിൽ വന്നിട്ട് ഒരു പാർക്കിലൊക്കെ വന്നേക്കോ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങളുടെ എത്തിയതേ ഉള്ളു. അപ്പം വന്ന ഉടനെ നമ്മളൊരു കുട മേടിച്ചു. എന്നിട്ട് ഇനി ലഞ്ച് കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് നമ്മളിനി അടുത്ത ഓരോരോ സ്ഥലങ്ങളായിട്ട് കാണാൻ പോകും. പിന്നെ നൈറ്റാണ് നമ്മുടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. നമ്മൾ ഇന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യാണ്. നമ്മൾ ടെൻ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ആ ടെൻറ്റിനകത്ത് നമ്മൾ ഇരുന്നിട്ട് ക്യാമ്പ് ചെയ്യാണ്. പിന്നെ നമ്മൾ ബാർബിക്യൂ ഗ്രില്ലോ എന്തെങ്കിലും നമ്മൾ ചെയ്യും. ഇന്ന് മാക്സിമം നമ്മൾ എന്റർടൈൻമെന്റ് ആകാൻ നോക്കും. നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന് നോക്കാം. ഭയങ്കര മഴയാണ്. വെതർ നമുക്ക് അനുകൂലമല്ല, അതാണ് ഒരു പ്രശ്നമാണ്. നമുക്ക് നോക്കാം വെതർ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇതൊരു ചെറിയ പാർക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന രസന കേട്ടോ, തംസപ്പിന്റെ ബോട്ടില്. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മൾ പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന്. എല്ലാം നിർത്തി വെക്കുവാട്ടോ. അപ്പൊ പൊതിച്ചോറ് കഴിക്കാം. അതെ, നമുക്ക് പൊതി ഇല കിട്ടിയില്ല. തുറക്കാവേ, എന്തൊക്കെ കറികളാ ഉള്ളത് നോക്കാം. നല്ല രസമായിട്ടാണ് വെച്ച പോയിക്കുന്നത്. ഇതാണ് പൊതിച്ചോറ്. ഇതിന്റെ അടിയിൽ ഇതുണ്ട്, എരിശ്ശേരി ഉണ്ട് കേട്ടോ. എരിശ്ശേരിയുണ്ട്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്തത് പാർലമെന്റിലേക്ക് പോവുകയാണ്. ഒട്ടവയിലെ പാർലമെന്റ് കാണാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തെ പാർലമെന്റ് പോലത്തെ പാർലമെന്റ് ആണോ നമുക്ക് നോക്കാം. അവിടെ ചെല്ലുമ്പോൾ അറിയാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം.
ഓക്കെ, ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലങ്ങൾ കാണാമ്പോൾ മഴ ഇപ്പോഴും ഒരു വില്ലനായി നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. പക്ഷെ എന്നാലും സാരമില്ല, മഴ പോകും എന്ന് പ്രതീക്ഷിക്കുന്നു. പുറകത്തെ ലൈസൊക്കെ കാണാം, എന്നാലും കുഴപ്പമില്ല, കഴിക്കാനുള്ളതാ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ അവിടെ വെച്ച് കാണാം. അങ്ങനെ കാനഡയുടെ തലസ്ഥാനമായ ഒട്ടാവ കാണാനൊരു ചാൻസ് കിട്ടി. സുപ്രീം കോർട്ട് തന്നെ കണ്ടില്ലേ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് നല്ല അടിപൊളിയായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് കാണാൻ സാധിക്കുക കേട്ടോ. തലസ്ഥാനമല്ലേ, അപ്പോൾ അവിടെ മെയിൻ അട്രാക്ഷൻ എന്തായിരിക്കും? പാർലമെൻറ്റ് ഓഫ് കാനഡ, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസ്, ഇങ്ങനെ ഹൗസ് ഓഫ് കോമൺസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഒട്ടാവയിലേക്ക് മെയിനായിട്ട് ആൾക്കാർ വരുന്നതും ഈ സെൻറ്റർ ഓഫ് അട്രാക്ഷൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒട്ടാവ എന്ന് പറയുന്നത് കുറേ ദിവസം ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഇപ്പോൾ കാണിച്ച പാർലമെൻറ്റ് ഹില്ലുണ്ട്, പിന്നെ അവിടെ ഒരു ബൈവാർഡ് മാർക്കറ്റ് ഉണ്ട്, പിന്നെ ദ നാഷണൽ വാർ മെമ്മോറിയൽ, ദ പാർലമെൻറ്റ് ഓഫ് കാനഡ, ബൈ ടൗൺ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് മ്യൂസിയം ഉണ്ട്. ഇവിടെ കുറച്ച് മ്യൂസിയം ഉള്ളതായിട്ട് എനിക്കറിയാം. പിന്നെ സ്പാർക്ക് സ്ട്രീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റെഡ്യൂ കനാലുണ്ട്. ഇപ്പോൾ റെഡ്യൂ കനാലിൽ പോയിട്ടുള്ള വീഡിയോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്, അതെല്ലാവരും ഒന്ന് കാണണം. നല്ല ഭംഗിയായിരുന്നു. അപ്പം ഇവിടെ ഇത്രയൊക്കെയാണ് ഒട്ടാവയിൽ കാണാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് കാരണങ്ങളൊന്നും ഇല്ല. സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂസിയവും ഈ പാർലമെൻറ്റ് ഹില്ലുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒട്ടാവയുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ക്യൂബെക്ക് എന്ന് പറയുന്നത്. അവിടെ കുറച്ചും കൂടെ നല്ലതാണ്. നിങ്ങൾക്ക് ഫ്രഞ്ചുകാരാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പം അവിടെ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനുണ്ടാവും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടറിവ് മാത്രമാണ്. അപ്പം തൊട്ടടുത്താണ്. അപ്പം ഒട്ടാവയിൽ വന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ക്യൂബെക് സിറ്റിയിലും പോയിട്ട് കുറച്ച് കാണാനൊക്കെ ചാൻസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പോവാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരുപാട് ഫ്രഞ്ചുകാരെ കാണാൻ പറ്റിയായിരുന്നു. അതുപോലെ തന്നെ ഇൻഡിജിനസ് പീപ്പിൾ, അങ്ങനെയാണ് തോന്നുന്നു പറയുന്നത്. കാനഡയിൽ ആദ്യമായി ഉണ്ടായിരുന്ന ആൾക്കാർ, അവരെ റെഡിൻസ് എന്നാണ് വിളിക്കുന്നത്. അവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പ്രത്യേകം ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പോയില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ താമസിക്കുന്നതും ഈ ഒട്ടാവയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് ഓഫ് കാനഡയാണ് നിങ്ങളീ കാണുന്നത്. വളരെ രസമുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു. അതിന് ചുറ്റും ഇതുപോലെ ഒരു ബൗണ്ടറി എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പുൽത്തകിടിയിലും പിന്നെ ആ റോട്ടിലൊക്കെ നിന്ന് ഇത് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് വീക്ഷിക്കാനൊക്കെ പറ്റും. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും സാധിച്ചിരുന്നില്ല. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വൈകുന്നേരമായി. അപ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ദ ബിൽഡിങ്സും ക്ലോസ് ആയിരുന്നു. ഉള്ളിൽ കയറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പാർലമെൻറ്റ് ഓഫ് കാനഡയിലാണോ അതിൻ്റെ അപ്പുറത്താണെന്ന് എനിക്കറിയില്ല, കയറാൻ ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവിടുത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇതൊരിക്കലും കെടാതെ കത്തിക്കൊണ്ടിരിക്കും. പിന്നെ അവിടെ ആ കോയിൻസ് കിടക്കുന്നത് കണ്ടോ, അത് ആൾക്കാർ ഇങ്ങനെ കോയിൻ വന്ന് ടോസ് ചെയ്തിട്ട് അവിടെ ആ ഒരു വെള്ളത്തിൽ കൊണ്ടിടും. ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഇവിടെ എന്തോ കൺസേർട്ട് നടക്കുന്നുണ്ടെന്നാണ്. അവിടെ ഒരുപാട് പേര് കൂടി നിന്നിട്ട് കുറേ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇവൻ്റായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരവിടെ കുറച്ച് എന്താ പറയുക, സാക്ഷ്യങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ കുറേ പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അത് കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്തുള്ള ബിൽഡിങ്ങിലേക്കൊക്കെ പോയി. ഇപ്പം നമ്മൾ നേരെ നടക്കുന്ന ബിൽഡിങ്ങിലാണ് ഞാൻ പറഞ്ഞത് ഉള്ളിൽ കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും അത് ക്ലോസായി, ഞങ്ങൾക്ക് അവിടെ കയറാൻ സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും ഞങ്ങൾ അവിടുത്തെ എല്ലാം കണ്ട് ശേഷമാണ് മടങ്ങിയത്. ഇതുപോലെ ഒരു നല്ല ബിൽഡിങ്ങുകളൊക്കെ ഉള്ള സ്ഥലം കാനഡയിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പോയി കാണുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് സൈറ്റ് സീയിങ് ടൂർ എന്ന് പറയുന്നത്. ഒട്ടാവയിൽ ഇങ്ങനെ ഒരു ബസ് ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ മുകളിൽ ആൾക്കാരൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ബസ് നമ്മൾ 1 ഡേ പാസ് ആണെന്ന് തോന്നുന്നു എടുക്കേണ്ടത്, അറിവില്ല. അതിനെക്കുറിച്ച് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഒട്ടാവ സിറ്റി മുഴുവനും കാണിക്കുന്ന ഒരു സൈറ്റ് ടൂർ ചെയ്യുന്ന ഒരു ബസ്സാണെന്ന്. നമ്മളിവിടെ അങ്ങനെ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തു, ഈ ഒരു ശില്പമൊക്കെ കണ്ടു. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. റെഡ്യൂ കനാൽ അല്ലേ? അപ്പോൾ റെഡ്യൂ കനാലിലേക്ക് നമുക്ക് നേരെ പോവാം. ഒരു ചെറിയ സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ അതൊക്കെ നമ്മൾ ഗൂഗിളിൽ കിട്ടപ്പോൾ നോക്കിയതാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ. നമ്മളിപ്പോൾ ഒട്ടാവയിലെ മെയിൻ അട്രാക്ഷൻസ് കണ്ടു കഴിഞ്ഞു. അതിനുശേഷം വേറെ എന്ത് കാണാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പേരാണ് റെഡ്യൂ കനാൽ എന്ന് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ട് രസമുള്ള ഒരു സംഭവമാണ്. ഇതൊരു കനാലാണ്. അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജുണ്ട്.
നമ്മൾ വിൻ്ററിൻ്റെ സമയത്ത് ഈ കനാൽ മുഴുവനും ഐസാവും കേട്ടോ. ഐസായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറേ വിൻ്റർ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്പോട്ടും കൂടെയാണ്. അപ്പോൾ നിങ്ങൾ റെഡ്യൂ കനാലിൽ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മഞ്ഞത്തുള്ള ആ ഒരു വ്യൂവും കാണാൻ പറ്റും, പിന്നെ ഈ ഒരു കനാലും കാണാൻ പറ്റും. ഇത് ഭയങ്കര രസമായിരുന്നു. ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ജസ്റ്റ് നമുക്ക് നടക്കാം, നടന്നിട്ട് തിരിച്ച് വരാം, അത്രേ ഉള്ളൂ ഇവിടെ കാണാനുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇത് ഒട്ടാവയുടെ ഒരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ റെഡ്യൂ കനാൽ. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു മാൻമെയ്ഡ്, അതായത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ ഒരു കനാലാണ്. അവർ തന്നെ ഉണ്ടാക്കിയ കനാലാണ്. അവർ നല്ലപോലെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ. ഇവിടുത്തെ എല്ലാ ബോർഡുകളിൽ ഫ്രഞ്ചിലും ഇവരത് എഴുതി വെക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫ്രഞ്ച് പോപ്പുലേഷനും കുറച്ച് ഉണ്ട്. ഇവിടെ ആൾക്കാർ ഫ്രഞ്ച് സംസാരിക്കാറുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൈമറി ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ കൂടിയും സെക്കൻഡ് ലാംഗ്വേജ് അവരെടുക്കുന്നത് ഫ്രഞ്ചാണ്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് മോൺട്രിയാൽ അല്ലെങ്കിൽ ക്യൂബെക് സിറ്റിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഫ്രഞ്ച് ആൾക്കാരാണ് കൂടുതലുള്ളത്, അവർ ഫ്രഞ്ചാണ് സംസാരിക്കുന്നതും. അപ്പം ഇത് ഒട്ടാവയുടെ ബോർഡറാണല്ലോ, അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെയും അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവണമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ കേട്ടോ. കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് നടക്കാനായിരുന്നു, നടന്ന് കാണാനുള്ള സ്ഥലങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എവിടെ നടന്നാലും ഇവിടുത്തെ ഉള്ള ആളുകളുണ്ടല്ലോ, നമ്മളെ ചിരിച്ച് കാണിക്കുകയും നമ്മളെ വിഷ് ചെയ്യുകയും ഹായ് പറയുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ നമ്മൾ 2 സ്പോട്ട് കണ്ടു തീർത്തപ്പോഴത്തേക്കും സമയം ഒരുപാടായി. ഇനി നമുക്ക് നമ്മുടെ ക്യാമ്പിംഗ് സ്പോട്ടിലേക്ക് പോകാം. അതാണ് റിവർ ഡ്യൂ. റിവർ ഡ്യൂ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഗവൺമെൻറ് വെബ്സൈറ്റുകളുണ്ട്, ആ വെബ്സൈറ്റിൽ കൂടി നമുക്ക് ക്യാമ്പിംഗ് സ്പോട്ടുകൾ ബുക്ക് ചെയ്യാൻ പറ്റും മുമ്പ് തന്നെ. എന്നിട്ട് നമുക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് തന്നെ ചെക്ക് ഇൻ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ക്യാമ്പിംഗ് സ്പോട്ടാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു വലിയ കാടാണ്. ആ കാടിനകത്ത് ഒരുപാട് പേർക്ക് ക്യാമ്പ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്പോട്ടിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം ഇതുപോലെ ടെൻറ്റ് കെട്ടി അല്ലെങ്കിൽ RV എന്ന് പറയുന്ന ഒരു വലിയ ബസ് പോലത്തെ ഒരു സംഭവമുണ്ട്, അതിലും ക്യാമ്പ് ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞങ്ങൾക്ക് കിട്ടിയ സ്പോട്ടെന്ന് പറഞ്ഞാൽ 134 ആണ്, എന്ന് വെച്ചാൽ ലേക്കിൻ്റെ തൊട്ട് അടുത്തായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ആ സ്പോട്ടിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു പോക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഫോറസ്റ്റ് കണ്ടു തീരാൻ തന്നെ ഒരു ദിവസം മുഴുവൻ എടുത്താൽ തീരത്തില്ല. അതുപോലെ ഒരറ്റം തൊട്ട് ആ ഒരറ്റം വരെയും ഇതുപോലെ കാട് കിടക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ ടെൻറ്റും ക്യാമ്പിങ്ങും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതുകൊണ്ട് നമുക്കിതൊരു ഫോറസ്റ്റ് ആയിട്ടും അങ്ങനെ ഫീൽ ചെയ്തില്ല. എന്ന് വെച്ചാൽ എപ്പോഴും ആൾക്കാരെ നമുക്ക് കാണാമായിരുന്നു. കണ്ടില്ലേ, ഓരോ ആൾക്കാർ കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ RV. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടെൻറ്റുകൾ കണ്ടോ. അങ്ങനെ ഓരോ സ്പോട്ടിലും ഇങ്ങനെ ഓരോ നമ്പർ കൊടുത്തിരിക്കുകയാണ്. അത് ചിലപ്പോൾ ഒരു 10 സ്പോട്ട് കാണും. ആ സ്പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് വേണ്ടുന്ന ഒരു വാഷ്റൂം ഏരിയയും അവർ ഫെസിലിറ്റി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കടന്നു പോയ ആ ബിൽഡിങ് വാഷ്റൂം ഏരിയ ആണ്, ഷവറും ഉണ്ട്, അല്ലാതെ നമുക്ക് വാഷ്റൂമിൻ്റെ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ക്യാമ്പ് ഫയർ ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി ഇവിടെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഒരു ദിവസത്തെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും 2-3 ദിവസത്തെ ക്യാമ്പിങ് സെറ്റപ്പുമായിട്ടാണ് വന്നത് കേട്ടോ. ക്യാമ്പിങ് ചെയ്തിട്ടുള്ള പലർക്കും എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്നെപ്പോലെ പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സാവും. മെയിനായിട്ട് നമുക്ക് ടെൻറ്റ് വേണം. ടെൻറ്റ് മേടിക്കുന്ന വീഡിയോ നിങ്ങൾ ആദ്യമേ കണ്ടതല്ലേ. ടെൻറ്റ് വേണം. പിന്നെ നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യാനായിട്ടുള്ള കാരണങ്ങളാണെങ്കിൽ നമ്മൾ ബാർബിക്യൂവിൻ്റെ ഗ്രില്ലും കൊണ്ടുവരണം. കാരണം അവിടെ ഗ്രില്ലുണ്ടെങ്കിലും അത് അത്യാവശ്യം വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഗ്രില്ല് കൊണ്ടുവരണം. പിന്നെ ചാർക്കോൾ നിങ്ങൾ കയ്യിലെടുക്കണം. പിന്നെ അവിടെ ക്യാമ്പ് ഫയർ നടക്കാനുള്ള വുഡ് നിങ്ങൾ കൊണ്ടുവരണം. പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ നിങ്ങൾ കഴിക്കാനുള്ള ബാർബിക്യൂ ചെയ്യാനുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. പിന്നെ ഐസ് ബോക്സ് വേണം. ഐസ് ബോക്സിനകത്ത് ഐസ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വന്നു കഴിയുമ്പോൾ ഇവിടെ നിറച്ചും കൊതുകാണ്. അതുപോലെ തന്നെ ചെറിയ ഈച്ചകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പ്രത്യേകം സ്പ്രേ മേടിക്കാൻ കിട്ടും. അത് എന്തായാലും നിങ്ങൾ കയ്യിൽ കരുതണം കേട്ടോ. പിന്നെ ടെൻറ്റിൻ്റെ ഉള്ളിലിടാനുള്ള ബെഡും പില്ലോയും നിങ്ങൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ നല്ല പുറം വേദനയും കഴുത്ത് വേദനയും ഒക്കെ ആയിരിക്കും. അപ്പം പറഞ്ഞ് നമ്മുടെ സ്പോട്ടിങ് എത്തി. അപ്പം നമ്മൾ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലെത്തി, നമ്മുടെ ക്യാമ്പിംഗ് പോയിന്റിലെത്തി. നമുക്ക് അലോട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു സൈറ്റാണ് കേട്ടോ. ഇനി നമ്മളിവിടെ ടെൻറ്റോ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. നമുക്ക് ഭാഗ്യത്തിന് നമുക്ക് കുറച്ച്
ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇച്ചാൻ അവിടെ നിൽപ്പുണ്ട്. ഈ മെയിൻ ഏരിയയിലായിരിക്കും നമ്മൾ ടെൻറ്റ് കെട്ടാൻ പോകുന്നത്. ഇച്ചായ അങ്ങനെ നമ്മുടെ ടെന്റ് കെട്ടാൻ പോവാണ്. അപ്പൊ നമ്മളെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ കാറ്റിലാണ് കിടന്നുറങ്ങുന്നത്. കണ്ടില്ലേ, നമ്മുടെ അയലക്കംകാരൊക്കെ ഒന്ന് കാണിച്ച്. അയലക്കംകാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ. ഇതൊരു കാടാണ്. ഇല്ലേ അവിടെ ഒരു ടെന്റ്, ഇവിടെ ഒരു ടെന്റ്. ഇതവിടെ ആൾക്കാരിങ്ങനെ ബാർബിക്യൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്പേസ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്പേസ്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ടെൻറ്റ് കെട്ടാൻ പോകുന്നത്. ഈ സ്ഥലത്ത് നമ്മൾ ടെൻറ്റ് കെട്ടും. അങ്ങനെ നമ്മളിത് ഈ വനത്തിലാണ് ഇന്ന് കിടന്നുറങ്ങുന്നത്. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെയുള്ള വെള്ളക്കാരൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്നതാണ്. അപ്പം നമ്മളും ഇന്ന് ഈ കാട്ടിലാണ് അന്തി ഉറങ്ങുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ടെൻറ്റ് ബിൽഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടെൻറ്റ് കാണിച്ചേരെ. ഓ, ടെൻറ്റ് മാൻ. ഇവിടെ ഭയങ്കര സേഫാണ്. എന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ക്യാമ്പിംഗ് സ്പോട്ടിൻ്റെ 4 ചുറ്റും ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഭയങ്കര സേഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതുപോലുള്ള സ്പോട്ട് ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ മൃഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയില്ല, അത് ഒരുപാട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയാണ്. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സേഫായിരുന്നു. ഞങ്ങൾ വളരെ നന്നായിട്ട് ടെൻറ്റിൽ കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റി ഞങ്ങൾക്ക്. പാത്രം വെച്ചു. നമുക്ക് അട്ടനുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ടെൻറ്റ് റെഡി ആയിരിക്കുകയാണ്. രാത്രി നമ്മളത് ഇതിൻ്റെ അകത്താണ് ഉറങ്ങുന്നത്. ഈ ടെൻറ്റ് കണ്ടോ, ഇതിൻ്റെ അകത്താണ് ഉറങ്ങുന്നത്. ഇതുണ്ടോ, ഇതൊരു കാടാണ്, ഒരു വനമാണ്. കൊതു കയറുന്നതുകൊണ്ട് ഉടച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മളിന്ന് ഇതിൻ്റെ അകത്താണ് ഇന്ന് ഉറക്കം. ഇപ്പം നമ്മളത് തീ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. രാത്രി ചിക്കനാണ്. ചിക്കനുള്ള ഇന്നേക്കൊരു പൊടി. ഓക്കെ, എന്താണ് ഇന്നേക്കൊരു പൊടി? അതിനകത്ത് ഓയിൽ ഒഴിക്കുകയാണ്. ചിക്കൻ ലെഗ്സ് ആണ് നമ്മൾ വറക്കുന്നത്. ചിക്കൻ എടുത്തു. ചിക്കനായി ചിക്കനും വെച്ചു. നമ്മളെ മസാലയുടെ മണം അടിച്ച് ഇവിടെ ഉള്ളതല്ല ഓടോ എന്നറിയത്തില്ല. നമ്മൾ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഫുഡ് കഴിക്കുന്ന നമുക്ക് വെട്ടം പരിമിതമാണ്, അതുകൊണ്ട് നമ്മൾ ഒത്തിരി വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ചിക്കൻ്റെ കൂടെ നമുക്ക് കുറച്ച് സലാഡിനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് അതായത് കുക്കുംബറും ക്യാരറ്റൊക്കെ കട്ട് ചെയ്യുന്നു. മൂർച്ചയില്ലാത്തൊരു കത്തിയും കട്ടിംഗ് ബോർഡും ഇല്ല. അതുകൊണ്ട് നമ്മളത് എങ്ങനെയൊക്കെയോ മുറിക്കുന്നു. എന്നാണ് എൻ്റെ നിഗമനം. മഴയായതുകൊണ്ട് നമുക്ക് ബാർബിക്യൂ ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഗ്രൗണ്ടഡ് ചിക്കനും ഉണ്ടായിരുന്നു. അത് നമ്മൾ കീമ പോലെ മസാലയൊക്കെ ആക്കിയിട്ട് ഒരു കീമ പോലെ അതും ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഈ ചായൻ്റെ ഓൺ റെസിപ്പിയായിരുന്നു അത്. ഇത് ആക്ച്വലി നമുക്ക് ഇപ്പോഴത്തേക്കല്ല, ഇത് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെക്കുകയാണ്. കാരണം നമ്മുടെ ഐസ് ഓൾമോസ്റ്റ് ഉരുകിപ്പോയി. അതുകൊണ്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെക്കുകയാണ്. രാവിലെ വരുന്നുള്ളൂ എല്ലാം.
അങ്ങനെ നമ്മുടെ വിഭവങ്ങളെല്ലാം റെഡി ആയിരിക്കുകയാണ്. ചിക്കനും സാലഡും പ്ലേറ്റുകളിലാക്കി ഞങ്ങൾ അക്ഷമരായി കാത്തിരിക്കുകയാണ് കഴിക്കാൻ. വീഡിയോ എടുക്കുന്നത് നല്ലൊരു ദിവസമായിരുന്നു. ഇന്നെല്ലാം ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ കാണാൻ പോയി. നല്ലതായിരുന്നു. ടെൻ്റൊക്കെ കെട്ടി രാത്രി ബാർബിക്യൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. ഇനി കിടക്കാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ വാഷ്റൂം സൗകര്യങ്ങളാണ് ഞാൻ ഒന്ന് കാണിക്കാം. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം സൗകര്യങ്ങൾ. വാഷ്റൂമാണ്, കുഴപ്പമില്ലാത്ത സൗകര്യങ്ങളുണ്ട്. നമ്മൾ കിടക്കാൻ പോവാണ്. രാത്രി ഒത്തിരി വൈകി. ഇതാണ് നമ്മുടെ ടെന്റ്. നമ്മുടെ ടെന്റിൽ ഉണങ്ങാൻ പോകും. തുറന്നു നമ്മുടെ ടെൻറ്റിൻ്റെ ഉള്ളിലിരുന്ന് ഇച്ചാൻ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ടെൻറ്റിൻ്റെ സൗകര്യങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും വലുതായിരുന്നു. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളതേ ഇവിടെ രാത്രി ഈ ടെൻറ്റിൻ്റെ അകത്താണ്. കണ്ടില്ലേ, ഈ ഒരു ടെൻറ്റിൻ്റെ അകത്ത് ഒരു കൊടുങ്കാറ്റിൽ ഞങ്ങൾ കിടക്കുകയാണ് അല്ലേ. ഇതുപോലെ കാട്ടിൻ്റെ അകത്ത് ഒരു ടെൻറ്റിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല, നോക്കാം അല്ലേ. കൊടുങ്കാടാണ് വെളിയിൽ അല്ലേ. നല്ലൊരു എക്സ്പീരിയൻസ്, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നാളെ പ്രത്യേകിച്ച് പരിപാടി കുറച്ച് അല്ലേ, കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ എന്നാ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. അപ്പം ഇന്ന് ഇവിടെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ. ഗുഡ് നൈറ്റ്, ബൈ ബൈ.